JK പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇതുണ്ടോ, നമ്മുടെ തോട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വറ്റിയതാണ്. ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നതല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് ബ്രീഡ് എന്ന് പറഞ്ഞത് എഗ്ഗ് ഇട്ടിട്ട് അത് വിരിഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ അത്യാവശ്യം വലിപ്പമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ. ഇതുണ്ടോ, നമുക്ക് 2 രൂപയൊക്കെ കിട്ടിയായിരുന്നു. നമുക്ക് വരുന്ന വീഡിയോകളിലെല്ലാം ശനിയും ഞായറൊക്കെ ആയിരിക്കും മിക്കവാറും 2 രൂപ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ ഗോൾഡ് ഫിഷിനെയൊക്കെ കാണാം, നമ്മുടെ അടുത്തുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. പിന്നെ ഗൈസ് ഇതാ നമ്മൾ കിളികൾക്കെല്ലാം കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്കിയുള്ള കോഴികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലേ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് മീനിൻ്റെ അടുത്തെത്തിയിട്ട് കാണിക്കാം. പിന്നെ ഗൈസ് നമ്മളിവിടെ ആയിട്ടൊരു കിളിക്കൂടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കിളീനൊന്നും എടുത്തൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. ഡോറെല്ലാം ഉണ്ട്. അപ്പോൾ മീനെ കാണിക്കാം. ഞാൻ മീനെ കാണിക്കാൻ വരുന്നതൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇതുകൊണ്ടാ, ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതാ നമ്മുടെ ഗോൾഡ് ഫിഷ്. നമുക്ക് ഇച്ചിരി തീറ്റ കൊടുക്കാം. ഇതിനകത്തോട്ടിട്ടാൽ മതി. ഇതിനകത്താണെങ്കിൽ ഗോൾഡ് ഫിഷ് കയറില്ല. ഇനി ഗോൾഡ് ഫിഷിന് ഇച്ചിരി കൊടുത്ത് അവർക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ തീറ്റ കൊടുക്കുന്നത്. മതി 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 ഓഫ് ഇടാം. ഇതുണ്ടോ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് ഫിഷിന് കുറച്ച് നേരം മുമ്പ് കൊടുത്തതാണ്. വീഡിയോ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ആക്കിയേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവരുടെ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കാണാം. കണ്ടിട്ട് ഗപ്പിക്കുഞ്ഞൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞൊന്നും തോന്നില്ല കണ്ടാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ അത് മുഴുവൻ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ആ വീഡിയോക്ക് അത് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ, ആ കുഞ്ഞുങ്ങൾ കണ്ടോ, ഗപ്പിയുടെക്കാട്ടിലും കുറച്ചും കൂടെ കുഞ്ഞാണ്. വാലിന് ഇച്ചിരി മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വാല് കാണാൻ പറ്റും. കുറച്ചൊക്കെ ഉള്ളൂ, അധികമില്ല. ഗോൾഡ് ഫിഷ് തന്നെയാണെന്ന് ഉറപ്പ്. നമ്മൾ മുട്ട എൻ്റെ മാറ്റി വെച്ചതല്ലേ, അപ്പോൾ അതിനകത്തുനിന്ന് വിരിഞ്ഞതാണ്. നമുക്ക് വേറെയുള്ള നമുക്ക് നേരെ പോയിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് മീനൊക്കെ കാണാം. മാറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ മീനിൻ്റെ, അപ്പോൾ അതും കൂടെ കാണാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ അടുത്തത് നമ്മുടെ ഹാഫ് റെഡിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയ ഒരു വേറെ ബിഗിയറിൻ്റെ ഫീമെയിൽസിന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ബിഗിയർ ക്രോസ് ആണ്. അപ്പോൾ അതുങ്ങളെ നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടി, ക്രോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ മേലേ ഉള്ളൂ ഇവിടെ, ഹാഫ് റെഡിന് ഒറ്റ മേലേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടോ, നമുക്കിനി അടുത്ത മീനിനെയൊക്കെ കാണാം. കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊന്നൊരു 10 എണ്ണം സെയിലായിട്ടുണ്ട്. നമുക്ക് അതിനെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫിലോപ്പിന ഇട്ട വളം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബ്രീഡായിട്ടുണ്ട്, കുറച്ച് കുഞ്ഞുങ്ങൾ. ഇതാ ബ്രീഡായ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്തോടെ. ബാക്കി മൊത്തം തവളയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇതിനകത്തോടെ കാണാമെന്നുണ്ട്. ഇല്ല, ഇതിലെ കൂടെ കാണുന്നില്ല. നമുക്ക് ഫിലോപ്പിനെ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലാണ് മെയിനായിട്ട് നിൽക്കുന്നത്, ഇവിടെ ഇല്ല. ഞാൻ മീൻ വരുമ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ ബാക്കിയുള്ള മീനുകളെയൊക്കെ നമ്മുടെ കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മൾ വിൽക്കാൻ വേണ്ടി ഇടുന്ന കുഞ്ഞുങ്ങൾ. ഇവിടെ നിന്ന് ബ്രീഡായതിന് അപ്പോൾ മാറ്റി ഇങ്ങോട്ടിടും. കുട്ടികളെ മാത്രം ഇടുന്ന ടാങ്കാണ്. അതിനകത്ത് വെള്ളമൊന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഇതും വിൽക്കാൻ വേണ്ടി ഉള്ള മീനുകളാണ്. ഇതൊക്കെയാണ് വിൽക്കാനുള്ളത്. ജോഡിക്ക് 30 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 20 ഉണ്ട്, 30 ഉണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വിൽക്കാൻ. ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അടിയിൽ നമ്മൾ 2-3 പ്ലാറ്റിന ഇട്ടിട്ടുണ്ട്, മിക്സ് ആയിട്ടുള്ള പ്ലാറ്റി. ഗപ്പിയും പ്ലാറ്റിയും മിക്സ് ഉണ്ട് ഇതിനകത്ത്. ബാക്കി ഇതിനകത്തുള്ളത് ഫുഡ് റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്, ആ വെള്ള കളറുള്ള. ബാക്കി മൊത്തം ബിഗിയർ ക്രോസ് അങ്ങനത്തെ നാടൻ അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണ്. അതൊന്നൊരു 10 കുഞ്ഞുങ്ങൾ ഒരാൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. അതിനകത്ത് പുഴുവൊക്കെ വന്നിട്ടുണ്ട്. ഈ പുഴുവിനെ എടുത്ത് കളഞ്ഞാൽ പണിയാവും. ഇത് നമ്മളെപ്പോഴും അടച്ചു വെക്കുന്നുണ്ട്. ഇതിനകത്ത് പായലെല്ലാം കരിഞ്ഞിരിഞ്ഞ് പോകുന്നുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു 10 എണ്ണം നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരെണ്ണത്തിന് 1 രൂപയ്ക്കാണ്. അപ്പോൾ 1 രൂപ 2 രൂപ ആണ് വില. ഇതിനകത്ത് 1 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. 2 രൂപയുടെ എല്ലാം താഴെയാണ്. അപ്പം ഇവിടെയൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിനെ നമുക്കിന്ന് മാറ്റിയിട്ടില്ല. ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ, ബാക്കി മൊത്തം തിന്നു നിങ്ങൾ. അപ്പോൾ ഫിലോപ്പി ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഫിലോപ്പിനെ ഒന്ന് കാണാം. പിന്നെ ഗൈസ് ഇതിനകത്ത് നമ്മൾ മീനിട്ടാണ്, അതൊക്കെ മാറ്റിയതാണ്. കൂത്താടുകൾ അതിനകത്ത് വരികാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫിലോപ്പിനെ കാണാം. അതുകൊണ്ടാ
ഞാൻ ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് കാണിക്കാം guys. കണ്ടോ ഗൈസ്, അവിടെ കണ്ടോ? അതാണ് ഫിലോപ്പിനകത്തൊരു 7 കാണും. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കുറച്ച്, 7 വലുതും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇവിടെ ബ്രീഡായിട്ടുണ്ട് കുറച്ച്, ഈ വശത്തൊക്കെ കാണും. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കണ്ടു ഞാൻ. അത് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. ആ വരാം. വെള്ളമല്ല എപ്പോഴും ഒഴുകിപ്പോകുന്ന രീതിയാണിത്. ആ ഫിലോപ്പിനെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് ഓടിച്ചു. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടോ നോക്കട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, കുഞ്ഞുങ്ങളെ കാണാനല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ പറ, ചെറിയ പൈസക്ക് നമ്മൾ കൊടുക്കും. ആ കണ്ടറ അതാ പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടും. നമ്മുടെ വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.